കഥ കസേരകളി കഥകളി. എത്ര കഷ്ടപ്പെട്ട് ഊതിയിട്ടും കനലങ്ങോട്ട് ആളിക്കത്തിക്കാൻ പറ്റാത്തതിൽ പാർട്ടിയും സഹാക്കളും പഠനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി എവിടെ തിരിഞ്ഞാലും ക്യാപ്സൂളുകളായിരിക്കും. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിൽ സിമ്പിളായി മറുപടി പറയുകയാണ് പിണറായി സഖാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് 18 സീറ്റാണ് ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. പോത്തിനോടാണോ വേറെ ഓതുന്നത്? സഖാവെ, ആന്റണി പണ്ട് രാജിവെച്ചത്, പണ്ട് AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് 2004 അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? സംസ്ഥാന സർക്കാരിന് എതിരായ ജനവിധി ഉണ്ടായെന്നാണ് പ്രതിപക്ഷം പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ പരാജയത്തിലേക്ക് സർക്കാരിനെ വലിച്ചിഴക്കുന്നതിൽ പിണറായി സഖാവിന് താല്പര്യമില്ല. ഇത് ഇടതുപക്ഷത്തിൻ്റെ പരാജയമല്ല, മറിച്ച് UDFന്റെ വിജയം മാത്രമെന്നാണ് വിജയൻ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിലും എന്തിനാ വെറുതെ ഇതിലേക്കൊക്കെ സർക്കാരിനെ വലിച്ചിഴക്കുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം സ്വാഭാവികമായും നിങ്ങൾക്കത് ഉന്നയിക്കാൻ അവകാശമുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്കെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു. ആ ജനവിധി സംസ്ഥാന ഭരണത്തിനെതിരായ വിധിയാണ് എന്നതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. അങ്ങയോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, അങ്ങയുടെ ജില്ലയിൽ അങ്ങയുടെ നിയോജകമണ്ഡലം ധർമ്മടം 60,000 വോട്ടിന് ശൈല ടീച്ചർ ജയിച്ച മട്ടന്നൂര്, കല്യാശ്ശേരി, പയ്യന്നൂര്, അപ്പുറത്ത് തൃക്കരിപ്പൂര്, ഉദുമ, തളിപ്പറമ്പ്, ഇതൊക്കെ ഒന്ന് അങ്ങുകൂടി ഒന്ന് പരിശോധിക്കണം. അവർക്ക് ഇടതുപക്ഷത്തോടൊരു വിരോധമില്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. നിങ്ങൾ തോറ്റു എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ മഹാവിജയം നേടി. ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. യാതൊരു സംശയമില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തോറ്റിരിക്കുകയാണ്. ഇവിടെ തെറ്റൊന്ന് സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഷംസുദ്ദീൻ പറയുമ്പോഴും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും വലിയ ആവേശത്തിലാണ്. നിങ്ങൾ തോറ്റ് തുന്നമ്പാടി, എന്നിട്ടാണ് അടുത്ത പ്രയോഗം, അടുത്ത പദം ഉപയോഗിച്ചത്. അത് പിന്നീട് പിൻവലിച്ചു. ഏതായാലും നീ തോക്കും, അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന വല്ല അസുഖം വരുത്തി വെക്കണം. അപ്പുക്കുട്ടാ, തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? ആയുർവേദം വേണോ, അലോപ്പതി വേണോ, ഹോമിയോപ്പതി വേണോ എന്ന് നീ തന്നെ തീരുമാനിച്ച് വെച്ചോ. നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കിട്ടാണ്ട. പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്കുണ്ടായ വിജയത്തില് വല്ലാതെ നിങ്ങൾ അഹങ്കരിക്കരുത്. അത്ര വലിയ ആവേശത്തിലേക്ക് പോകേണ്ടില്ല. കാരണം കോൺഗ്രസ് ഇതിനു മുമ്പ് എത്ര ഗൗരവതരമായ തോൽവിയുണ്ടായിട്ട് പാർലമെന്റിൽ. പക്ഷേ അതിത്ര നാറിയ പരാജയമല്ലായിരുന്നു. 2004 നിങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നില്ല MP ആയിട്ട്. കേരളത്തിന്റെ ചിത്രമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടായിരുന്നില്ല 2004. ഞങ്ങൾ 1977 ഒരാളും ജയിച്ചിരുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഞങ്ങളും പൂർണ്ണമായി തോറ്റിട്ടുണ്ട്, നിങ്ങളും പൂർണ്ണമായിട്ട് തോറ്റിട്ടുണ്ട്. നീ പാസ്സായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഞങ്ങളുടെ പരാജയം സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാത്ത പരാജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? എന്തായാലും തോറ്റത് തോറ്റു. ഇനി 3 കാര്യങ്ങളാണ് പാർട്ടിക്ക് മുന്നിലുള്ളത്: പരിശോധന, തിരുത്തൽ, പിന്നെ ശക്തമായ തിരിച്ചുവരവ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പരിശോധന നടത്തും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അത് ഗവൺമെന്റ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം പോലുള്ള നിലപാട് വന്നപ്പോൾ കൈകാര്യം ചെയ്ത സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അല്ല, CPM ഇങ്ങനെ പല പഠനങ്ങളും നേരത്തെ നടത്തിയിട്ടുണ്ട്. CPM പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പഠിക്കില്ല, ആ പാർട്ടിയിലെ ബാക്കി എല്ലാവരും പഠിച്ചാലും
പിണറായി വിജയൻ പഠിക്കില്ല. അതല്ലേ സത്യം? എനിക്കതിൽ പറയാനുള്ളത് സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളാരും പരിഹാസ്യരാകരുത് എന്നുള്ളതാണ്. പാർട്ടി 4 ദിവസം സാമ്പാറും വടയും ഒക്കെ വെച്ച് പാലക്കാട് ഒരു പ്ലീനം കൂടി 4 ദിവസം, ഒരു ദിവസമല്ല. എന്നിട്ട് പഠിച്ചു. പാർട്ടിയിലെ നേതാക്കന്മാരും അവരുടെ ബന്ധുക്കളും ഒക്കെ സ്വീകരിക്കേണ്ട പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ചട്ടം, അതൊക്കെ ഉണ്ടാക്കി. പ്ലീനം എല്ലാവർക്കും ബാധകമായി. പിണറായി വിജയനും കുടുംബത്തിനും ബാധകമായില്ല. പിണറായി വിജയൻ്റെ ഏകാധിപത്യം അവസാനിക്കാതെ, അദ്ദേഹത്തിൻ്റെ കുടുംബവാഴ്ച അവസാനിക്കാതെ, അദ്ദേഹത്തിൻ്റെ അധികാര കൊതിയും പണക്കൊതിയും അവസാനിക്കാതെ CPM ഒരു കാലത്തും കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് തകർച്ചയുടെ ഈ ഒരു സർക്കാർ 2 വർഷം കഴിയുമ്പോൾ ബംഗാളിനേക്കാളും ത്രിപുരയിനേക്കാളും വലിയ തകർച്ച അവർക്കുണ്ടാവും. അതേപോലെ തന്നെ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കും. എല്ലാം പരിശോധിച്ചുകൊണ്ട് ശക്തിയായ ഒരു തിരിച്ചുവരവിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമാണ്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഇവിടെ കോൺഗ്രസിന്റെ തന്നെ ഉന്നത നേതാവ് ഇവിടെ വന്ന് കണ്ണൂർ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ച തുടർച്ചയായി എന്തേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിക്കുകയുണ്ടായി. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ ഏത് കേസാണ്ടായിരുന്നത്? ഇവിടെ തെളിയാതെ നടക്കുന്ന പെറ്റി കേസല്ല, അവന്റെ നിലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക്. പെറ്റി കേസന അത് 2 മാസം ഞാൻ വിചാരിച്ചു പോറ്റിവണ്ടിയായിരിക്കുന്നു. അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ മാന്യമായ ഒരു രീതി വേണമായിരുന്നു അദ്ദേഹത്തിന്.